ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ യു.എസ്. സൈന്യം ബംഗ്ലാദേശിൽ ഒരു രഹസ്യ സന്ദർശനം നടത്തുന്നു എന്നുള്ളതാണ്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പതനത്തിന് ശേഷം ബംഗ്ലാദേശും അമേരിക്കയും സൈനിക ബന്ധങ്ങൾ വർദ്ധിപ്പിച്ചു. ഇപ്പോൾ യു.എസ്. ആർമി, യു.എസ്. വ്യോമസേന ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു വലിയ സംഘം ദക്ഷിണേന്ത്യൻ രാജ്യത്ത് എത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ബംഗ്ലാദേശ് ആർമിയുമായി സംയുക്ത അഭ്യാസമാണ് അവിടെ നടക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം സെപ്റ്റംബർ 10-ന് യു.എസ്. ബംഗ്ലാദേശ് എയർലൈൻസ് വിമാനത്തിൽ ധാക്കയിൽ നിന്ന് ചിറ്റഗോങ്ങിൽ വന്നിറങ്ങിയ യു.എസ്. ആർമിയിലെയും യു.എസ്.എ.എഫിലെയും ഏകദേശം 120 ഉദ്യോഗസ്ഥർ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഹോട്ടലിലെ 85 മുറികൾ യു.എസ്. സൈനിക ഉദ്യോഗസ്ഥർക്കായി ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ രസകരമെന്ന് പറയുന്ന ഒരു കാര്യം, അവരുടെ ആരുടെയും പേരുകൾ ഹോട്ടലിൽ അതിഥി രജിസ്റ്ററിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ബംഗ്ലാദേശ് സൈന്യവുമായി സംയുക്ത സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കാൻ യു.എസ്. ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സെപ്റ്റംബർ 20-ന് ചിറ്റഗോങ്ങിൽ നിന്ന് ഇത് പുറപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓഗസ്റ്റ് 31-ന് ധാക്കയിലെ വെസ്റ്റിൻ ഹോട്ടലിൽ നിന്ന് യു.എസ്. സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡർ ഓഫീസറുടെ മൃതദേഹം കണ്ടെത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് അവർ ബംഗ്ലാദേശിൽ എത്തുന്നത്. 50 വയസ്സുള്ള ടെറൻസ് ആർവെല്ലെ ജാക്സൺ ആണ് മരിച്ചതെന്ന് ധാക്ക പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഏപ്രിലിൽ ബംഗ്ലാദേശിൽ എത്തിയതായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മരണം സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും ബംഗ്ലാദേശിയോ യു.എസ്.ഓ സംഭവത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. സെപ്റ്റംബർ 14-ന് ചിറ്റഗോങ്ങിലെ ഷാ അമാനത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരു ഈജിപ്ഷ്യൻ വ്യോമസേന ഗതാഗത വിമാനം വന്നിറങ്ങി. അതിനുശേഷം യു.എസ്. സൈനികർ ബംഗ്ലാദേശ് വ്യോമസേനയുടെ പട്ടേങ്ക വിമാനത്താവളം അല്ലെങ്കിൽ വ്യോമത്താവളം സന്ദർശിച്ചു എന്നതും ശ്രദ്ധേയമാണ്. മുമ്പ് യു.എസ്. സേന ബംഗ്ലാദേശ് സൈന്യവുമായി ചേർന്ന് ടൈഗർ ലൈറ്റ്നിങ്, ഓപ്പറേഷൻ ലൈറ്റ്നിങ് എന്നീ 2 സംയുക്ത അഭ്യാസങ്ങളിൽ പങ്കെടുത്തിരുന്നു. സമാധാന പരിപാലന സന്നദ്ധത വർദ്ധിപ്പിക്കുന്നതിലും ഇരു രാജ്യങ്ങളും സായുധ സേനകൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തനക്ഷമത പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുകയാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.